സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഈ 3 ദിവസങ്ങൾ കൂടി മാത്രം നമ്മുടെ ബിഗ് ബോസ് സീസൺ 7-നായിട്ട് കാത്തിരിക്കേണ്ടതുള്ളൂ. അപ്പം ഈ ഒരു സീസണിന്റെ തീമും കാര്യങ്ങളും ഒക്കെ നമ്മൾ മുന്നും ചർച്ച ചെയ്തതാണ്. ഏതായിരിക്കും ഈ ഒരു സീസണിന്റെ തീം, അതുപോലെ തന്നെ സ്വർഗവും നരകവും ആയിരിക്കുമോ ഈ ഒരു സീസണിന്റെ തീം എന്നൊക്കെ നമ്മളും ഒരു വീഡിയോ ഇട്ടിരുന്നു. ചില റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ കിട്ടിയിരുന്നു. ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ചെന്നൈയിൽ ഒരുങ്ങിയിരിക്കുന്ന ബിഗ് ബോസ് ഹൗസിന്റെ വീടിന്റെ ചെറിയൊരു ഔട്ട്ലൈനും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് മൊത്തത്തിൽ ഒരു പച്ചപ്പും ഹരിതാവും ഒക്കെ ആണെന്നാണ് അറിയുന്നത്. മൊത്തം കാടും കാര്യങ്ങളും ഒക്കെ ആ ഒരു സെറ്റപ്പ്, ഒരു കാടിന്റെ സെറ്റപ്പും ഒക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട് റെഡിയാക്കിയിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അപ്പൊ നമുക്ക് സ്വർഗവും നരകവും ആണോ, അതുപോലെ തന്നെ ജംഗിൾ തീം ആണോ എന്ന് കൂടി ഒരു സംശയമുണ്ട്. ഒന്നും കൺഫേം ആയിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിലും ജംഗിൾ തീം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിഗ് ബോസ് ഹിന്ദി സീസൺ 14 15 എന്തോ ആണെന്ന് തോന്നുന്നു ജംഗിൾ തീം വന്നിരിക്കുന്നത്. അതുപോലെ സ്വർഗവും നരകവും എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ 7ാമത്തെ സീസൺ എന്തോ ആണ്, 2013 കാലഘട്ടത്തിൽ എന്തോ ആണ് അത് നടന്നിരുന്നത്. അതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതൊക്കെ ബിഗ് ബോസ് ഇന്ത്യയൊക്കെ കാണുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്താണെന്നുണ്ടെങ്കിലും ഈ രണ്ട് തീമും അടിപൊളി തീം തന്നെയാണ്. ജംഗിൾ തീം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ മലയാളം ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ച് കുറച്ച് ടഫായിരിക്കും. പക്ഷെ ഹിന്ദിയിൽ അത് അത്ര കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവരുടെ തീമും അവരുടെ ഹൗസും കാര്യങ്ങളും ഒന്നും അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. കുറച്ച് ഓവർ കാർഡിന്റെ ഒരു സെറ്റപ്പിലേക്ക് പോയി. നമുക്ക് അതൊന്നും വിഷ്വലായിട്ട് അധികം കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല അവരുടെ ഒരു സെറ്റപ്പ്. എന്നാലും നമുക്ക് നോക്കാം. നമുക്ക് മലയാളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരിക്കലും ജംഗിൾ തീം ആണെന്നുണ്ടെങ്കിലും സ്വർഗവും നരകവും ആണെന്നുണ്ടെങ്കിലും ഹിന്ദി ആണെന്നുണ്ടെങ്കിലും തമിഴ് ബിഗ് ബോസിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് വരുന്ന ഏത് തീം ആണെന്നുണ്ടെങ്കിലും അത് അതേപടി ഒന്നും മലയാളത്തിൽ നടത്താൻ പോകുന്നില്ല. അവർ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടി ഒന്ന് ഈസി മോഡിലേക്ക് ആക്കിയിട്ട് തന്നെയാണ് മലയാളത്തിൽ കൊണ്ടുവരുന്നത്. പക്ഷെ ആ ഒത്തിരി ഈസി ആക്കാൻ പോയി കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ മലയാളത്തിലും ആ ഒരു തീം പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത്. എന്നാണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ആ ഒരു റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ബിഗ് ബോസിന്റെ ടീം തന്നെ ഒരു സാൻഡാർട്ട് ബിഗ് ബോസ് ഹൗസിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ പ്രൊമോ നമ്മളെ കാണിച്ചിരുന്നു. മൊത്തം 25 പേർക്ക് നിൽക്കാൻ പറ്റുന്ന റൂം, അതുപോലെ തന്നെ ഹോള്, നമ്മുടെ സ്വന്തം വീടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗാർഡൻ ഏരിയ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാൻഡാർട്ട് നമുക്ക് വീഡിയോ ഇട്ട് തന്നിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം അതുമായിട്ട് സാദൃശ്യം വരുന്ന രീതിയിലുള്ള ബിഗ് ബോസ് ഹൗസ് ആണ് അവിടെ ചെന്നൈയിൽ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയുന്നത്. ബട്ട് ഈ ഒരു കാർഡിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഈ ജംഗിൾ തീം ആണോ എന്നൊരു സംശയം വരുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും അതിലൊരു 2 സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഒരെണ്ണത്തിനകത്ത് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നതും ഒരെണ്ണത്തിനകത്ത് കുറച്ച് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന 2 സെപ്പറേറ്റ് ബെഡ്റൂം ആണെന്നാണ് അറിയുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏത് രീതിയിലുള്ള തീം ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം 2 പാർട്ടീഷൻ വരുന്നുണ്ട്. ഈ പറയുന്ന സ്വർഗവും നരകവും ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കാട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പച്ചപ്പും കരുതാവും നമ്മുടെ മലയാളികളുടെ ആ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ട് ഈ പറയുന്നത് പോലെ 2 സെപ്പറേറ്റ് ആയിട്ട് അപ്പൊ കുറച്ച് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു നരകത്തിന്റെ ഒരു രീതിയിലും കൂടുതൽ ആൾക്കാർക്ക് പറ്റുന്ന ഒരു സ്വർഗത്തിന്റെ ആ ഒരു സെറ്റപ്പിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും അതൊരു കംപ്ലീറ്റ്ലി ആ പഴയ ബിഗ് ബോസിന്റെ സ്വർഗവും നരകവും ആ ഒരു തീം കംപ്ലീറ്റ്ലി അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ കുറച്ച് മോഡിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഏത് രീതിയിലും നമുക്ക് മാനേജ് ചെയ്യാം. 2 ഹൗസ് വരുന്നില്ലല്ലോ. എന്താണെങ്കിലും ഒരു ഹൗസിനുള്ളിലെ പാർട്ടീഷൻ ആണെന്നാണ് കേൾക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ബിഗ് ബോസ് നമ്മൾ സീസൺ 6 അല്ലെന്നുണ്ടെങ്കിൽ 7ാമത്തെ സീസണിൽ നടന്ന പോലെ ചിന്ന വീട് പെരിയ വീട് സെറ്റപ്പ് ആകാനുള്ള സാധ്യതകളില്ല. കാരണം അത് രണ്ടും പുറത്ത്, ഒരു വലിയ ഹൗസും ചെറിയ ഹൗസും പുറത്തായിട്ടാണ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതെന്താണെങ്കിലും ഒരു ഹൗസിനുള്ളിലെ 2 പാർട്ടീഷൻ ആയിട്ടാണ്. അപ്പം സ്വർഗവും നരകമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരു ഹൗസിനുള്ളിൽ 2 പാർട്ടീഷൻ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ല ഈ പറഞ്ഞ ജംഗിൾ തീം ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പൊ കേട്ടിട്ട് ജംഗിൾ തീം ആണോ അല്ലെങ്കിൽ അതിനോട് സാദൃശ്യം വരുന്ന ഒരു തീം ആണോ കൊണ്ടുവരുന്നത് എന്ന് സംശയമുണ്ട്. കാരണം ഒരു കാർഡിന്റെ എഫക്റ്റ് ഒക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ജംഗിൾ തീമുമായിട്ട് സാദൃശ്യം വരുന്ന തീം ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. എന്ത് തീമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ബിഗ് ബോസിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസ് അതിന് പ്രോപ്പറായിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ട് ഗെയിം കളിക്കാൻ കേപ്പബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഗെയിമുകളും ടാസ്കുകളും ബിഗ് ബോസിനും കൊടുക്കാൻ സാധിക്കണം. അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു സീസൺ രക്ഷപ്പെടുത്തുള്ളൂ. അല്ലാണ്ട് ഒരു തീം മാത്രം നല്ല രീതിയിലോ അല്ലെങ്കിൽ മികച്ച ഒരു തീമോ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. മികച്ച രീതിയിൽ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു സീസൺ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ 2 സീസണുകളും പൊട്ടിപ്പൊളിഞ്ഞ് നിരാശയോടെ ഇരിക്കുന്ന ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് ഈ ഒരു സീസണെങ്കിലും മികച്ചത് കൊടുക്കാൻ നമ്മുടെ പുതിയ ഷോ ഡയറക്ടർ ആയിട്ടുള്ള സർഗോ വിജയരാജ് ശ്രമിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. നോക്കാം. അപ്പൊ ഈ ഒരു ജംഗിൾ തീം അതുപോലെ തന്നെ സ്വർഗവും നരകവും എന്ന
ഈ ഒരു ഹിന്ദി ബിഗ് ബോസ് ടീമുമായിട്ട് സാദൃശ്യം വരുന്ന രീതിയിലായ ഒരു ടീമായിരിക്കും മലയാളം ബിഗ് ബോസ് സീസൺ 7 എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പൊന്നുമല്ല കേട്ടോ. അവിടുത്തെ ആ ഒരു ഹൗസിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ കേട്ടതിന് ശേഷം എനിക്കൊരു തോന്നലുണ്ടായതാണ്. എന്താണെങ്കിലും നമുക്ക് കൂടുതൽ റിപ്പോർട്ടുകളും വിവരങ്ങളും വരുന്നതിനനുസരിച്ച് ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഹൗസിന്റെ ഒരു ഏകദേശ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കൂടുതൽ നിങ്ങളിലേക്ക് പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ബിഗ് ബോസ് കാണാനിരിക്കുകയാണ്. അപ്പോൾ ഹൗസിന്റെ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ ഗ്രാൻഡ് ലോഞ്ചിന് മുന്നേ തന്നെ അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സ്പോയിലർ അലേർട്ട് ആകും. അതുകൊണ്ട് മൊത്തം ആ ഒരു ഹൗസിന്റെ സെറ്റപ്പും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പം അതൊന്ന് ഷോ തുടങ്ങട്ടെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് സാദൃശ്യം ഉണ്ടാകുന്ന ഒരു തീമും കാര്യങ്ങളും ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ ബിഗ് ബോസ് മലയാളം ഫോളോ ചെയ്യുന്ന പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ഏതായിരിക്കും തീം ഈ ഒരു സീസണിലേക്ക് വരാൻ പോകുന്നത്? ഈ ജംഗിൾ തീം അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗവും നരകവും എന്ന തീം ആയിരിക്കുമോ, അതോ വേറെ എന്തെങ്കിലും തീം ആയിരിക്കുമോ? ഇതിനോട് സാദൃശ്യമുള്ള തീം ആകാനുള്ള സാധ്യതകളുണ്ടോ? അതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.